ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ കൊണ്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടിപ്പം ഞാൻ 2 ആപ്പിൾ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 8 ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പം ഞാനൊരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഈ ആപ്പിൾ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ്. നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാല് ആദ്യം എല്ലാതും കൂടെ ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരു 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ പാൽപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഷേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ആ ആപ്പിളിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.